കടൽ കടന്ന പ്രവാസത്തിൽ കടലിൻ്റെയും കഥകളുണ്ട്. പതിറ്റാണ്ടുകളോളം കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്രവാസികളുടെ കഥ UAE കോർഫക്കാനിൽ ദീർഘനാളായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറച്ച് മലയാളികളെയാണ് പ്രവാസലോകം ഈ ആഴ്ച നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും മാറിവരുന്ന തൊഴിൽ സാഹചര്യങ്ങളും തങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം ബാധിച്ചെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു തിരിച്ചറിവിലേക്ക്. മത്സ്യബന്ധന രംഗത്ത് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ കടലിൽ നിന്നുള്ള മത്സ്യങ്ങളുടെ കുറവിനെ അഭിമുഖീകരിക്കുന്നതും പരിസ്ഥിതി നാശത്തിന് കടൽ ഇരയാകുന്നതിനും നമ്മൾ സാക്ഷികളാവുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ദീർഘകാലമായി UAE കോർഫക്കാൻ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ കാണാൻ പ്രവാസലോകം അവിടം സന്ദർശിച്ചത്. പ്രവാസലോകം കോർഫക്കാനിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ പതിറ്റാണ്ടുകളായി മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന മലയാളികളുടെ ധാരാളമുണ്ട്. അതിൽ പല മനുഷ്യരുടെയും കഥ വളരെ വിചിത്രവും മറ്റുള്ള ആളുകൾക്ക് കേൾക്കാൻ യോഗ്യവുമാണ്. അവർ അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ വരുമാനത്തിൻ്റെ അവരുടെ നിത്യവൃത്തിയുടെ കഥയാണ് പ്രവാസലോകം ഇന്ന് പറയാൻ ശ്രമിക്കുന്നത്. ഇവിടെ കണ്ണൂർ സ്വദേശികളായ നാസറും പ്രദീപും നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അവരോട് എന്നെ ചോദിച്ചറിയാം അവരുടെ വിശേഷം. പ്രതിപെട്ട നമസ്കാരം. നാസർക്ക, എത്ര വർഷമായി നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന നാസർക്ക? ഏകദേശം 10-30 വർഷം ഏകദേശമായിട്ടുണ്ടാവും. പ്രതിപേട്ടൻ ഒരു ദിവസത്തിന് ശേഷം നാസർക്കയെ ഫോളോ ചെയ്യായിരുന്നു അല്ലേ? പിന്തുടർന്ന് ഇവിടെ എത്തി അല്ലേ? നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി തന്നെയാണോ വന്നത്? നമ്മൾ നാട്ടിൽ ഫിഷർമാനാണ്, അതേ ഫീൽഡിൽ തന്നെ ഇങ്ങോട്ടും വന്നത്. ഇവിടെയും ഫിഷർമാൻ. കണ്ണൂർ എവിടെയായിരുന്നു? ഏത് കടപ്പുറത്ത്? ഐക്കര കടപ്പുറത്ത് ഇത് തന്നെയായിരുന്നു പരിപാടി? ഇത് തന്നെ പരിപാടി. പിന്നെ നമ്മുടെ സ്വദേശം മൈതാനപ്പള്ളിയാണ്. ജീവിതം പണ്ട് പാരമ്പര്യമായിട്ട് നമ്മളെല്ലാവരും കടൽ പണിക്കാർ തന്നെയാണ്. പ്രാരാബ്ദങ്ങളിലും കൂടി നാട്ടിൽ ജീവിക്കാനുള്ള സാമ്പത്തിക ശേഷിയെല്ലാം കുറവാണ്. അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരാൾ നമ്മളൊരു അടുത്തുള്ള ഒരു അയൽവാസി തന്നെ വിസ എടുത്താന്ന് റിച്ചാർഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇത്രയും കാലം ഇങ്ങനെ പിടിച്ചു നിന്നു, ജീവിച്ച് അങ്ങനെ പോകുന്നു മുമ്പോട്ട്. സമ്പാദ്യമൊന്നുമില്ല, എന്നാലും പഠിച്ചവൻ്റെ കൃപ കൊണ്ട് നമ്മളങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. ആരും കൈനീട്ടി ഇറക്കാതെ പിടിക്കാതെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ കാര്യം തന്നെ നമ്മൾ നിൽക്കുന്നില്ല കടലാണ്. ഇതെല്ലാം മൊത്തം കടല് തേതിയിലാണ് ഈ ബിൽഡിംഗ് എല്ലാം കെട്ടിയിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഇഷ്ടം പോലെ മീൻ ഉണ്ടായിരുന്നു. ഇപ്പം കുറേ കാലങ്ങളായിട്ട് മീൻ കുറഞ്ഞുകൊണ്ട് വരികയാണ്. മീനിപ്പോൾ കാണുന്നില്ല. ചില മീനുകളൊന്നും ഇവിടെ ഈ പക്ഷത്ത് തന്നെ ഇല്ല. തളയന്, തെണ്ട, ആവോലി. അതിന്റെ കാരണം എന്താ തോന്നുന്നത്? ഈ കടലിന് വ്യത്യാസം വന്നോ, പ്രകൃതിക്ക് വ്യത്യാസം വന്നോ? പ്രകൃതിൻ്റെ ആണ് സംഭവം വരുന്നത്, കടലിലല്ല. ഉദാഹരണത്തിന് 30 വർഷം മുമ്പ് നിങ്ങൾ കണ്ടിട്ടില്ല ഏതെങ്കിലും മീനുകൾ ന്യൂനമർദ്ദം കൊള്ളുന്നത്, ഭൂകമ്പം ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള പല കാരണങ്ങളും പറയാം. അങ്ങനെയുള്ള ഇതിലെ മീൻ കുറയാന്നാണ്. സമ്പത്ത് കുറയുന്നു, വിത്തുകൾ കുറയുന്നു. മീനിൻ്റെ വിത്തുകൾ ഉണ്ടായ വിത്ത് വിതറിയാലല്ലേ അതിന് ഉൽപാദനം ഉണ്ടാവും. ഉൽപാദനം ഇല്ല, വിത്ത് വിതരാനുള്ള ഇതില്ല, മീൻ നശിച്ചു പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പണ്ട് ഇത്രയും കൂടുതൽ കടലിനെ ഇത് മീൻ പിടിക്കാൻ പോകുന്നവരുണ്ടായിരുന്നില്ലല്ലോ അല്ലേ? മെക്കാനിക് ബോട്ട്സ് ഒക്കെ ഉണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ തന്നെയാണ് കടലിൽ പോക്ക്. അറിവികൾ ഈ എടുത്ത അറിവികൾ വരൂല. നമ്മൾ തന്നെ സ്വയം നമ്മൾ തന്നെ കാറ്റാലും മീക്കില്ല, കടലാലും മീക്കില്ല. അന്നേരം കാറ്റിനും കടലിനും റഫ് കൂടുമ്പോൾ നമ്മൾ പണിക്ക് പോകും, നിൽക്കൂല. ഇന്ന് കാലങ്ങളിൽ ഇവിടെ മുമ്പ് ഒരു 10 വർഷം മുമ്പ് ഒരു കാറ്റിന് രാത്രി ഒരു പോലീസ് ബോട്ടും തെറിച്ചിട്ട് മരിച്ചുപോയി. അതിനുശേഷം പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ നിർത്തിക്കളഞ്ഞു. പിന്നെ ഈ ലോക്കൽസ് ഇവരെന്നെ അറിവുകൾ തന്നെ പോകണം പണിക്ക് പോകണമെങ്കിൽ. പിന്നെ ചെറിയ കാറ്റെല്ലാം വരുമ്പം ഇവിടെ ബന്ധായി കളിക്കും, മമ്മി എന്ന് പറയും. ആരും കൂടില്ല. അറബികൾ പണിക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ തന്നെ ഉണ്ടാവും അവര്. അവരെ ഉടമ, ബോട്ടിന്റെ ഉടമ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ആരെ വെക്കും. അപ്പോൾ ഒരു വാടക UAE പൗരനായിട്ടുള്ള എമിറാത്തി ആയിട്ടുള്ള ഒരാൾ ഇപ്പോഴും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓ അത് ശരി. ഓക്കെ. അവരെപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അവർ പാരമ്പര്യമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണോ? നമ്മളെ കൊണ്ടുവന്ന പാരമ്പര്യം അവർക്ക് ഈ കടൽ സമ്പത്ത് അവരെ സ്വത്താണ്.
നമ്മുടെ അവിടുത്തെ മാതിരി ഒരു ഈ മീനുകൾ പ്രജനന കാലത്ത് ഇവർ നിർത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നമ്മുടെ അവിടെ കുറച്ചു കാലം ഇവിടെ ഉണ്ടാ ആ സമയം അതിനുശേഷം കൂടുതൽ മത്സ്യം കിട്ടുന്ന സമയത്ത് ഈ പുറത്തുനിന്ന് പണിക്കാർ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ഇല്ല അങ്ങനെയില്ല. നമ്മൾ ഇമറാത്തിന്റെ ബോട്ടേ പണിയെടുക്കുന്നുണ്ട്. മറ്റുള്ള സ്റ്റേറ്റിന്റെ ബോട്ട് വന്നിട്ട് ഇവിടെ പണിക്കാൻ പറ്റില്ല. മറ്റുള്ള രാഷ്ട്രത്തിന്റെ ബോട്ട് ഒന്ന് പറയാൻ ഒമാന്റെ ബോട്ട് വന്നിട്ട് ഇവിടെ പിടിച്ചിട്ട് മീൻ മുക്കാൻ പറ്റില്ല. ഇറാന്റെ ബോട്ടിന് ഇവിടെ അനുമതിയില്ല. മസ്കത്തിന്റെ ബോട്ടിനില്ല. അങ്ങനെയുള്ള ഇതുണ്ട്. ഇമറാത്തിന്റെ സ്ഥലം ഇടം വരെ അതിർത്തി ഉണ്ട്. ഇവരെ അതിർത്തി ഉണ്ട്. ഇത്ര കിലോമീറ്റർ വരെ കണക്കുണ്ട്, 25 കിലോമീറ്റർ. അതിനുള്ളിൽ പണിയെടുത്തിട്ട് നമ്മൾ വരാൻ പറ്റും. നമ്മളെന്തെങ്കിലും പുറത്തു പോയിട്ടാണ് പണിയെടുക്കുന്നത്. നമ്മൾ അഥവാ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇവരെ ഏറ്റെടുക്കില്ല. നിങ്ങളുടെ ഇതിൽ ഇപ്പോൾ ഈ മത്സ്യബന്ധന ബോട്ടിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, അതേസമയം മറ്റേ ബോട്ടിലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്താ അത് കാരണം? അതെ, നമ്മൾ അറബിൻ്റെ കീഴിൽ ഇപ്പോൾ അറബിക്ക് എന്തെല്ലാം പണി കടലുണ്ട്, അതിനെല്ലാം നമ്മൾ പണിയെടുക്കണം. അപ്പോൾ അറബി മീൻ പിടിക്കാനാണ് വരുന്നെങ്കിൽ നമ്മൾ അതിന് പോകണം. എല്ലാത്തിനും അറബി വരുന്നില്ലെങ്കിൽ ഇതിൽ അറബി വേണ്ട, നമ്മൾ മാത്രം മതി, ഒരാൾ മതി ഒരു ബോട്ടിൽ. അങ്ങനെ ആ ബോട്ടും കൊണ്ട് ബീച്ചിൽ പോയിട്ട് ആളെടുത്തിട്ട് പിക്കിങ്ങിന് എന്ന് പറഞ്ഞിട്ടുള്ള ഓടുന്നു. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഈ 30 വർഷത്തെ ഇതിൻ്റെ ഇടയിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാതലായ വ്യത്യാസം കാണുന്നുണ്ടോ മത്സ്യബന്ധനത്തിൻ്റെ മേഖലയിൽ? നിങ്ങൾ വന്ന അതേ തൊഴിലിലാണോ ഇപ്പോഴും? അത് ആൾക്കാർ കൂടിയോ അതോ വരുമാനം കൂടിയോ? എന്താ നിങ്ങൾ കാതലായി കാണുന്ന വ്യത്യാസം? കാണുന്നത് വെച്ചാൽ ആൾക്കാർ കണ്ടമാനം കൂടി, പണ്ടത്തേനും കാട്ടി കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രവാസികൾക്ക് ദുരിതം വിതക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. കോർഫക്കാൻ അടക്കമുള്ള ഗൾഫിലെ ഒട്ടുമിക്ക മത്സ്യബന്ധന ഹാർബറുകളിലും പട്ടിണിയും പരിവട്ടവും പടർന്നു കഴിഞ്ഞു. ഈ തൊഴിലാളികളുടെ ശമ്പളത്തിന് വർഷങ്ങളായി ഒരു മാറ്റവും കാണുന്നില്ല. ആരോഗ്യ സുരക്ഷാ രംഗത്ത് ഇൻഷുറൻസിൻ്റെ അഭാവവും അവരെ വല്ലാതെ വലട്ടുന്നു. ഈ ചൂട് പണ്ടത്തെക്കാളും കൂടിയിട്ടുണ്ട്. ചൂടുണ്ട് പണ്ടത്തെക്കാളും. ഇപ്പോൾ 30 വർഷം മുമ്പുള്ള അത് കടലിനെ ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു അറിവ്? നമുക്ക് കടലിൽ കാറ്റില്ലെങ്കിൽ തീ പൊള്ളുന്ന ചൂടാണ്. ഈ നമ്മൾ നിൽക്കുന്ന ബോട്ട് ഫൈബറാണ്. ഇതും ചൂടും മേലെ നിന്നുള്ള ചൂടും. അങ്ങനെ കുറേ ആൾ തലയിറങ്ങിയിട്ടെല്ലാം ആ ചൂട് നല്ല ചൂട് സമയത്ത് തലയിറങ്ങിയിട്ടെല്ലാം പെട്ടെന്ന് തിരിച്ചെല്ലാം വരും. ഞാൻ ഇവന് ഒരു പ്രാവശ്യം ശ്വാസം മുട്ടിയിട്ടുണ്ട്. എന്താ കാര്യം? ചൂട് സഹിക്കാൻ പറ്റായിട്ട്. ശരി. അത് കാറ്റുവിന്റെ വീർപ്പില്ല. നമ്മളെ രണ്ടാളും പണിയെടുക്കുന്ന സ്പീഡ് പണിയാണ്. ഈ മെല്ലിങ്ങനെയുള്ള പണിയാണ്. നമ്മളെല്ലാം സ്പീഡുള്ള പണിയാണ്. നമ്മളിപ്പോൾ ഒരു 10, 12, 15 കയറ് പിടിക്കാൻ നമുക്ക് ഒരു 12 മണിയാകുമ്പോൾ നമ്മൾ കരക്കെത്തും. നമുക്ക് അങ്ങനെ സ്പീഡാണ്. ചെറുകന ഇതിനെ കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഒരു ദിവസം നമ്മൾ രണ്ടാളുണ്ടായി. ഒരു ശ്വാസം കിട്ടാണ്ട് ഇങ്ങനെ രണ്ടാൾ ഇരുന്ന് കുറേ സമയം വെള്ളമെല്ലാം കുടിച്ചിട്ട് കരക്ക് വരെ. ചൂടിന് നല്ല ബുദ്ധിമുട്ടല്ല അറിയും. തണുപ്പിന് പിന്നെ പ്രശ്നമില്ല. എന്തെങ്കിലും ചൂട് പിന്നെ കോട്ടറിൽ ജാക്കറ്റിൽ ഇട്ടിട്ടുള്ള പണിയെടുക്കാം. മുപ്പത് വർഷമൊക്കെ പണിയെടുത്ത് കഴിഞ്ഞാൽ ഒരു ബോട്ട് വാങ്ങേണ്ട നിലയിൽ എത്തണ്ടല്ലേ? ബോട്ട് വാങ്ങാനുള്ള നിലയിലെത്താം. പക്ഷെ നമ്മൾ പ്രാരാബ്ദം നാട്ടിൽ കൂടുന്നതുകൊണ്ടാണെന്നല്ല ഇവിടെ നമുക്കൊന്നും സംഭവിക്കാൻ പറ്റാത്ത. നാട്ടിലുള്ള പ്രാരാബ്ദങ്ങൾ നാട്ടുകാർ മറ്റേ നമ്മൾ ചങ്ങായിമാരെന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ആരെങ്കിലും മറ്റുള്ള ആളുടെ കാര്യങ്ങളെല്ലാം വരുമ്പോൾ അങ്ങനെയുള്ള സഹായമെല്ലാം ചെയ്തു കൊടുക്കും. ഇന്ന ആൾക്കൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും സഹായം പറയുമ്പം ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്കായിട്ട് മെച്ചം കിട്ടാൻ ഇവിടെ 1200 രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ 1600 ശമ്പളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1000 രൂപ കിട്ടുന്നു. ചില മാസങ്ങളിൽ ഒന്നും കിട്ടുന്നില്ല. നാട്ടിലും വിദേശത്തും കുത്തനെ ഉയർന്ന ജീവിത ചെലവും ഈ മത്സ്യത്തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ്. പരമ്പരാഗത മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് സർക്കാരുകളും തൊഴിലുടമകളും മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. പരിസ്ഥിതി നാശങ്ങൾക്ക് ഇടയാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ജീവൻ്റെ ഉത്ഭവമായ പ്രകൃതി വരും തലമുറയ്ക്ക് കാത്തുസൂക്ഷിക്കുവാനും നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്.